വസ്ത്രധാരണത്തിലും ഓരോ താടിയിലും മുടിയിലും വേഷത്തിലും ഒക്കെ അത്തരത്തിൽ അന്ധമായി കോപ്പി ചെയ്യുന്നൊരവസ്ഥ. സുമ്മ ലതുസ് അലുന്ന യൗമ ഇതിൻ അനിൻ നഈം. തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് ചോദ്യം ചെയ്യാതെ ആരെയും കടത്തിവിടുകയില്ല എന്ന് നമുക്കറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു പ്രായമായ ഒരു വല്യമ്മ അവരുടെ വീട്ടുമുറ്റത്ത് നിന്ന് തൻ്റെ പേരക്കുട്ടിയുമായിട്ട് സംവദിക്കുകയാണ്. ആ കുട്ടിയുടെ ഫോണിൽ ആ കുട്ടി അമ്മയ്ക്കായി കാണിച്ചു കൊടുക്കുകയാണ് പുതിയ AI ടൂളായ ജെമിനിയെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ അമ്മ സംസാരിക്കുന്നതനുസരിച്ച് വളരെ കൃത്യമായി ജെമിനി മറുപടി പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ രസകരമായി അവർ സംസാരിക്കുകയും വളരെ സാധാരണ രൂപത്തിൽ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഈ AI ടൂളായ ജെമിനി ഉത്തരം പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അമ്മ അവസാനം ചോദിക്കുന്നുണ്ട്, ഇതിന് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാലേ, എന്തൊരു അത്ഭുതമാണല്ലേ എന്ന് നിലയ്ക്ക് ആ അമ്മ കൗതുകം കൂടുന്നുണ്ട് അവസാനം. അപ്പോൾ ഈ ഒരു ചിത്രം സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായി ഒരുപാടധികം ചർച്ചയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം വ്യക്തിപരമായി ഉണ്ടായ ഒരു അനുഭവം എന്നുള്ളത് കഴിഞ്ഞ ഒരു 5-6 മാസമായിക്കൊണ്ട് 6 മാസം മുമ്പ് വിവാഹം കഴിഞ്ഞ ഒരു യുവാക്കൾ അവർ വളരെ നല്ല രൂപത്തിൽ കുടുംബജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ അവർക്കിടയിലുള്ള സ്വാഭാവികമായ തിരക്കുകൾ കാരണം ഭർത്താവ് ഒരു ഉയർന്ന ജോലിയായിരുന്നു, ഭാര്യ ഒരു അധ്യാപന ജീവിതത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും പ്രൊഫഷനിലെ തിരക്കുകൾ കാരണം പരസ്പരം സംസാരിക്കാനും കഴിയാത്തതുകൊണ്ട്, വാട്സപ്പിലെ മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ആ ബന്ധം വേർപെടുന്നൊരു സാഹചര്യം വരെ. മറ്റനേകം കാരണങ്ങളുണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് അവരുടെ ബന്ധം പരസ്പരം പുതുക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട്, പിന്നെ ഓൺലൈൻ ആയിക്കൊണ്ട് പരസ്പരം കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അതിന് പോലും സമയം കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന പരാതി വന്നുകൊണ്ട് തന്നെ അതൊരു ഡൈവേഴ്സിലേക്ക് പോകുന്നൊരു സാഹചര്യവും ഉണ്ടായി. ഞാൻ ഈ 2 അനുഭവം പറഞ്ഞത്, ആദ്യത്തെ ഒരു അനുഭവം പുതിയ കാലത്തെ ഏറ്റവും പുതിയ സാധ്യതകൾ ഉപയോഗിക്കുന്ന പഴമക്കാരായ ആളുകൾ വരെ അതിശയിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒരു വശത്ത് നിൽക്കുകയും, എന്നാൽ ഏറ്റവും പുതിയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ കാലത്തെ ആളുകളെന്ന് പറയുന്ന പുതിയ തലമുറ, അവരിൽപ്പെട്ട ആളുകൾക്ക് പരസ്പരമുള്ള ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വരെ ആ ഒരു ഇഴയടുപ്പമുള്ള ബന്ധമായി സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം മറുവശത്തും വരുന്ന അത്യന്തം ദയനീയമായൊരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കാലത്ത് പുതിയ കാല സാങ്കേതിക വിദ്യകൾ അത് ഓരോ ദിനവും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിക്കൊണ്ടുള്ള യാത്രയിലാണ്. സാങ്കേതിക വിദ്യ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ പ്രത്യേകിച്ച് ഒരു ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത്, ഒരു സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നമ്മളാകുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പോയില്ലെങ്കിൽ വലിയ അപകടം അതിലുണ്ടാവുമെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ പറഞ്ഞത് രണ്ടും നമ്മുടെ ജീവിതങ്ങളിലുള്ള, നമ്മുടെയൊക്കെ പരിസരങ്ങളുള്ള ഒരു പരിച്ഛേദമാണ് ഇവിടെ പറഞ്ഞു വയ്ക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ആകുന്ന ഇന്നത്തെ ഒരു ലോകം, അതിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്നുള്ള പേര് തന്നെ പലപ്പോഴും ഒരു നെറ്റാണ്, ഒരു വലയാണ്, അല്ലെങ്കിൽ അതൊരു ട്രാപ്പാണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. സെൽഫോൺ ഒരു സെല്ലാണ്, ഒരു ജയിലാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ അത്തരത്തിൽ നമ്മളെ കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഒരു മുസ്ലിമിനുണ്ടായിക്കൂടാ. അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവകരമായ ചില നിർദ്ദേശങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കാനുള്ളത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വ്യത്യസ്തങ്ങളായ അനുഗ്രഹങ്ങൾ, അത് പുതിയ കാലത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും AIയും റോബോട്ടിക്സും ഡ്രൈവർലെസ് കാറുകളും ഇനി ബഹിരാകാശ പര്യവേക്ഷണങ്ങളും ഒക്കെയായി അതിങ്ങനെ അനുദിനം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ നാം ആകുന്നൊരു മുസ്ലിം ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പണ്ട് കാലത്തില്ലാത്ത അത്ര സംവിധാനങ്ങളും സൗകര്യങ്ങളും എളുപ്പങ്ങളും അള്ളാഹു നമുക്ക് നൽകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഓരോ ദിനം ഇങ്ങനെ പോകുന്തോറും അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുകയാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നാളെ നമ്മോട് ചോദ്യം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുമ്മ ലതുസ് അലുന്ന യൗമ ഇതിൻ അനിൻ നഈം. തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അത് ചോദ്യം ചെയ്യാതെ ആരെയും കടത്തിവിടുകയില്ല എന്ന് നമുക്കറിയാം. ആ ഒരു ചിന്തയാണ് നമുക്ക് അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. കാലം മുന്നോട്ട് പോകുമ്പോൾ സോഷ്യൽ മീഡിയയും സംവിധാനങ്ങളൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു ഹദീസ് കൂടിയുണ്ട്. 5 കാര്യങ്ങൾക്ക് മുമ്പ് നമ്മൾ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു തന്ന ആ ഹദീസ്, ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. ആ 5 കാര്യങ്ങളിൽ പറഞ്ഞപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സിംഹഭാഗവും ശബാബക ഖബ്ല ഹറമിക്, നിങ്ങളുടെ വാർദ്ധക്യത്തിന് മുമ്പ് നിങ്ങളുടെ യുവത്വത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വസുഹത്തിക ഖബ്ല സഖമിക്, നിങ്ങൾ രോഗാവസ്ഥയ്ക്ക് മുമ്പ് നിങ്ങളുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തുക. വഗിനാക ഖബ്ല ഫഖരിക്, നിങ്ങൾ ദാരിദ്ര്യത്തിന് മുമ്പ് നിങ്ങളുടെ സമ്പന്നത, ഐശ്വര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. വഫറാഖക ഖബ്ല ശുഗ്ലിക്, നിങ്ങൾക്ക് തിരക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തുക. വഹയാത്തക ഖബ്ല മൗതിക്,
നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയുടെ ട്രാപ്പിൽ പെട്ടുപോകുന്ന ഒരു വ്യക്തിയായി അവൻ മാറുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്നതും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ എന്നൊക്കെ ഉള്ളത് അത് നമ്മെ പിന്നെ കുടുക്കുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് അടിസ്ഥാനപരമായി 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. ഒന്നാമതായി, നമുക്കൊരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ, അത് ജീവിച്ചു കാണിക്കാൻ ഇന്ന് ഈ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക, അതിലങ്ങോട്ട് എക്സൽ ചെയ്യുക. എങ്ങനെയാണ് പുതിയ കാലത്തെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല മുസ്ലിമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുക? അതാണ് നമ്മൾ ആവിഷ്കരിച്ച് ചിന്തിച്ച് മനസ്സിൽ പ്രായോഗികമായ പല മാർഗ്ഗങ്ങൾ തേടി പോകേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം, അതിന് സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിനെതിരെ വരുന്ന പല ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഇസ്ലാമിനെ അത്തരം വിഷയങ്ങളിൽ പ്രതിരോധിക്കാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളതിന് പ്രസംഗിച്ചുകൊണ്ടോ എഴുതിക്കൊണ്ടോ ഉള്ള പ്രതിരോധം മാത്രമല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ഇസ്ലാമിനെതിരെ വരുന്ന മറുപടികളെ നമുക്ക് പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. നമ്മളൊരു പ്രാക്ടീസിങ് മുസ്ലിം ആണെങ്കിൽ, ആ ജീവിതം കൊണ്ട് മാതൃക കാണിക്കുന്ന ഒരു മുസ്ലിമായി മാറാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അത്തരമൊരു ഉമ്മയായി, അത്തരമൊരു ഉപ്പയായി, ഒരു ഭാര്യയായി, ഒരു ഭർത്താവായി, മകനായി, മകളായി, സഹോദരനായി ഒക്കെ നമുക്ക് മാറാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും. നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ വക്താക്കളായി മാറുമെന്നുള്ളതാണ്. മൂന്നാമതായി, നമ്മളിലൂടെ ഒരുപാടധികം ആളുകൾക്ക് ഈ ദീനിൻ്റെ വെളിച്ചം എത്തിക്കുവാനും സ്വാഭാവികമായിട്ടും ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഈ പറഞ്ഞൊക്കെ പുതിയ കാലത്തെ എല്ലാ കാര്യങ്ങളും ഉൾച്ചേർത്തുകൊണ്ട് ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. അതിൽ സോഷ്യൽ മീഡിയ എന്ന വിഷയം മാത്രം എടുക്കുകയാണെങ്കിൽ 2-3 നിർദ്ദേശങ്ങളാണ് കൂട്ടിച്ചേർക്കാനുള്ളത്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മുടെ വിരലനക്കലുകൾ കൊണ്ട് തന്നെ, കേവലം ചില വിരലുകളുടെ ചലനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വിപ്ലവകരമായ ഒരുപാട് പുണ്യങ്ങൾ നേടാനുള്ള അവസരമാണ് എന്നുള്ളത്. സഹോദരൻ, നമ്മൾ ആലോചിച്ച് നോക്കൂ, പണ്ട് കാലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബത്തിനുമൊക്കെ അവർക്ക് യുദ്ധങ്ങളിലായിരുന്നു പങ്കെടുക്കേണ്ടിയിരുന്നത്. സ്വന്തം ജീവിതം രക്തസാക്ഷിത്വത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ഷഹീദാവേണ്ടി വരുന്ന ഒരവസ്ഥ, അങ്ങനെ ഉണ്ടായിട്ട് പോലും അവരൊക്കെ അതിലേക്ക് എടുത്തു ചാടുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചില വിരലനക്കങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പുണ്യങ്ങൾ നേടാനുള്ള അവസരങ്ങളുണ്ട്. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സോഷ്യൽ മീഡിയയും പുതിയ സംവിധാനങ്ങളുമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നന്മകൾക്ക് മാത്രമായിരിക്കുമെന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. നമ്മളെങ്ങാനും ഒരാൾക്കൊരു നന്മ എത്തിച്ചു കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരുന്നുണ്ട്, ഫലഹു മിസ്ലു അജ്രി ഫാഇലി, അത് ചെയ്ത വ്യക്തി അദ്ദേഹത്തിന് എത്രത്തോളം നന്മയുണ്ടോ അതേ നന്മ ആ അയച്ചു കൊടുത്ത അല്ലെങ്കിൽ അത് എത്തിച്ചു കൊടുത്ത ആ വ്യക്തിക്കും ലഭിക്കുമെന്നതാണ്. അതുകൊണ്ട് നമ്മുടെ അത്തരം സമയങ്ങളും മറ്റുമൊക്കെ ചെലവഴിക്കേണ്ടത് ഇത്തരം നന്മകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വിഷയത്തിലാണ് എന്ന കാര്യം പ്രാഥമികമായി നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ള കാര്യം, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് അനുകൂലമായി വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ സമയത്തെ പോലും വളരെ വേഗത്തിൽ നമുക്ക് സമയം, എല്ലാവരും പറഞ്ഞൊരു പരാതിയാണ്, എത്ര പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞ ആഴ്ച പള്ളിയിലേക്ക് പോയത് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത്ര പെട്ടെന്ന് അടുത്ത വെള്ളിയാഴ്ച ആയല്ലോ എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സമയം വളരെ വേഗത്തിൽ പോകുമ്പോൾ നമുക്ക് അന്ത്യനാൾ അടുക്കും തോറും സമയത്തിൽ ബർക്കത്ത് കുറയും എന്നുള്ളതാണ്. അപ്പോൾ സമയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ സമയത്തിൽ നമ്മൾ പെട്ടെന്ന് പോകുന്നു എന്ന് പറയുന്ന ആ സമയത്തിൽ നമ്മുടെ ആ സമയത്തെ നന്മയിലാണോ അതോ വേണ്ടാത്തരങ്ങളിലാണോ അനാവശ്യങ്ങളിലാണോ നമ്മൾ ചെലവഴിക്കുന്ന കാര്യം ഗൗരവകരമായി നമ്മൾ ചോദിച്ചു നോക്കുക. അനാവശ്യങ്ങളിലാണ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ സമയം ചെലവഴിക്കുന്നതെങ്കിൽ അതിന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നതൊക്കെ വലിയ ചില ഹേതുവാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിലൂടെ നമ്മൾ കാണുന്നത് എന്ത്, കേൾക്കുന്നത് എന്ത് എന്ന് ചിന്തിക്കാൻ നേരത്തെ നമുക്ക് സാധിക്കണം. നമ്മളിതിലൂടെ നന്മകൾ മാത്രമാണ് കാണുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ആവറേജ് നമ്മളൊക്കെ പലപ്പോഴും ഒന്ന് പറയാറുണ്ട്, കുട്ടികളൊക്കെ ഇന്ന് മൊബൈൽ തുറക്കുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ തുറക്കുകയാണ്. കുറച്ച് സമയം ഫ്രീ ഉണ്ടെങ്കിൽ മൊബൈലിൽ തുറന്നിങ്ങനെ റീലുകൾ തോണ്ടി പോകുന്നൊരവസ്ഥ. അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്ന സമീപനമല്ല. സമയം ചെലവഴിക്കാൻ വേണ്ടി റീലുകൾ കാണുക, അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എന്താ കാണുന്നത് അറിയുന്നുണ്ടാവില്ല. അതിങ്ങനെ തോണ്ടി പോകുമ്പോൾ ഒരെണ്ണം കണ്ടാൽ അടുത്ത അതായിരിക്കില്ല, അതിനേക്കാൾ വ്യത്യസ്തമായ സാധനമായിരിക്കും ഉണ്ടാവുക, മറ്റു പല വിഷയങ്ങളുള്ള കാര്യമായിരിക്കും ഉണ്ടാവുക. ഇതിന് പുതിയ കാലത്തെ ശാസ്ത്രീയ പഠനങ്ങൾ തന്നെ പറയുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കുന്നുണ്ട്. ഞാനൊരു വളരെ പെട്ടെന്ന് മനസ്സിലായ ഒരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ പല കാര്യങ്ങളും ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്, ഏകാഗ്രതയോടെ ശ്രദ്ധിച്ച് കേൾക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ ഈ ഒരു ഏകാഗ്രതയെ തന്നെ ഈ സോഷ്യൽ മീഡിയ ബാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പല പഠനങ്ങളും പറയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു റീല് കാണുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ റീലുകൾ കാണുമ്പോൾ അതങ്ങനെ തോണ്ടി പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കാണുന്നൊരു റീൽ ചിലപ്പോൾ സന്തോഷമുള്ള സാധനമായിരിക്കും, രണ്ടാമത്തെ കുറച്ചുകൂടി കൗതുകമുള്ള ജിജ്ഞാസയുള്ള സാധനമായിരിക്കും, മൂന്നാമത്തെ സാധനം വരുമ്പോൾ ഭയങ്കര സങ്കടമുള്ള എന്തോ ഒരു സാധനം, നാലാമത്തെ വരുമ്പോൾ വേറൊരു വികാരം. ഇങ്ങനെ മനുഷ്യൻ്റെ വികാരങ്ങളെ തന്നെ സെക്കൻഡുകൾ കൊണ്ട് ഒരു വികാരം കഴിഞ്ഞാൽ അടുത്തൊരു വികാരം, അത് കഴിഞ്ഞാൽ അടുത്തൊരു വികാരം. ഇങ്ങനെ ഈ വികാരങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകൾ പ്രവർത്തിക്കണം, അല്ലേ?
ഈ ഹോർമോണുകൾ മാറി 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 വളരെ പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യുന്നത് ഒരു വലിയ ഡിസോർഡറിലേക്ക് നമ്മുടെ ശരീരം നീങ്ങുന്നു എന്നുള്ള പഠനങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്നത് അത്ര നിസ്സാരമല്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എന്തിനാണ് കാണുന്നത്, എന്തിനാണ് സമയം ചെലവഴിക്കുന്നത് എന്ന് നേരത്തെ അറിയാവുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ ഈ കാര്യം ഉപയോഗിക്കേണ്ടത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇതൊക്കെ പലപ്പോഴും നമ്മളെ അഡിക്ഷനിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ നമ്മൾ അതിലൊരു അഡിക്ഷനിലേക്ക്, അതിലൊരു ഭ്രമത്തിലേക്ക് പോകുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇസ്ലാം ഒരു വിഷയത്തിലും അഡിക്ഷൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അഡിക്ഷനിലേക്ക് എത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് മതപരമായ വിഷയങ്ങളിൽ പോലും അത്തരത്തിലൊരു അഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഇൻ ദ സെൻസ് ഏതുപോലെ അഡിക്ഷൻ എന്നുള്ളത് ഉദ്ദേശിച്ചത്, പിന്നെ ഒരു വ്യക്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നല്ലോ, റസൂലിൻ്റെ അടുക്കൽ വന്ന ആ വ്യക്തി ചോദിച്ചു, ഞാനിനി വിവാഹമേ കഴിക്കുന്നില്ല, ഞാനിനി രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് നമസ്കരിക്കുകയാണ്, ഞാൻ എന്നും നോമ്പാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തിരുത്തി കൊടുക്കുന്നുണ്ട്. അതിൽ പ്രവാചകനാകുന്ന, പിന്നെ നമ്മൾ കാണുന്നതിൽ ഏറ്റവും നമുക്ക് മാതൃകായോഗ്യനായ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് അതിലൊരു തീവ്ര മനോഭാവം നിനക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂലോട് തിരുത്തി കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് മാതൃക. ഒന്നിലും അമിതമായി നമ്മൾ സമയമോ നമ്മുടെ സാഹചര്യമോ നമ്മുടെ സംവിധാനങ്ങളോ ഉപയോഗിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതിലൂടെ വരുന്ന തിന്മകളെ, പ്രത്യേകിച്ചും കാഴ്ചയിലൂടെ ഹറാമുകളായ കാര്യങ്ങൾ നമുക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ നമുക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന, നമ്മൾ കാണുമ്പോൾ അറിയാതെ, പലപ്പോഴും ബോധപൂർവം എന്നല്ല, അറിയാതെ തോണ്ടി തോണ്ടി എത്തപ്പെടുന്ന പല ഗൗരവകരമായ കെണികളും ഉണ്ടാവും. അതിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ ഹവയാണോ, നമ്മുടെ മാനസികമായ ചില വിചാരങ്ങൾക്കുള്ള ചില ആസ്വാദനങ്ങൾക്ക് വേണ്ടിയുള്ള തോണ്ടലാണോ അതിലേക്കൊക്കെ എത്തിക്കുന്നത് എങ്കിൽ അതിലേക്ക് ഞാനില്ല. അത്തരം വാതിലുകളൊക്കെ ഞാൻ പൂർണ്ണമായും കൊട്ടിയടയ്ക്കും എന്ന് ഉറപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, തെറ്റായ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നൊരവസ്ഥ. ആധികാരികത ഉറപ്പുവരുത്താതെ വാട്സപ്പിൽ പണ്ടെപ്പോഴോ കണ്ട മെസ്സേജുകൾ വീണ്ടും വീണ്ടും തോണ്ടുന്ന അവസ്ഥ. ഫേസ്ബുക്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫാമിലി ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നൊരവസ്ഥ, അതും ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യാഥാർത്ഥ്യ ബോധം വേണമെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ റീലുകൾ കാണുന്ന ആളുകൾ, അവർ റീലുകളുടെ പിന്നാലെ പോകുമ്പോൾ റിയലായ കാര്യങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യമായത് ഏത് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥ ഉണ്ടാവും. അതിലുള്ളത് എന്താണോ അതുപോലെ ആവാൻ ശ്രമിക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ നമ്മൾ കാണുകയാണ്, ആ വീഡിയോയിൽ വളരെ സ്നേഹവും പിന്നെ തുളുമ്പുന്ന ഒരു മാതൃകായോഗിയായ ഒരു ദാമ്പത്യമാണെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കരമായി സ്നേഹിച്ച് ലാളിക്കുന്ന ഒരു വീഡിയോ ആണ് കാണുന്നതെങ്കിൽ നമ്മൾ അവരെ പോലെ ആവാൻ ശ്രമിക്കും. അവർക്കുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമുക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതായത് എവിടെയാണോ ഒരു മാതൃകയാക്കുന്നത് അത് ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിന് മാതൃകയാക്കുന്ന അവസ്ഥ. അപ്പോൾ അതുപോലെ ആവാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി എല്ലാ നിലയ്ക്കും ഒരുങ്ങുന്നൊരവസ്ഥ കാണാൻ കഴിയും. എന്നാൽ അത് റിയൽ അല്ല, അതൊരു യാഥാർത്ഥ്യമല്ല, അതവർ അഭിനയിക്കുകയാണെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം പലരും കാണാറുണ്ട്. പലതും ഇപ്പോൾ ചെറിയ കുട്ടികൾ നോക്കുകയാണെങ്കിൽ അന്ധമായി അനുകരിക്കുന്നൊരവസ്ഥ. സിനിമാ നടന്മാരെയും സെലിബ്രിറ്റികളെയും ഒക്കെ അവരുടെ പിന്നാലെ പോകുന്ന വസ്ത്രധാരണത്തിലും അവരുടെ താടിയിലും മുടിയിലും വേഷത്തിലും ഒക്കെ അത്തരത്തിൽ അന്ധമായി കോപ്പി ചെയ്യുന്നൊരവസ്ഥ അതും കാണാൻ കഴിയും. ഇതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, യാഥാർത്ഥ്യബോധത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും, ഹറാമുകളാണെങ്കിലും തോന്നിയാസങ്ങളാണെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളാണെങ്കിലും, ഇനി നന്മയിൽ മുന്നിൽ നിൽക്കുന്ന കാര്യമാണെങ്കിലും, പിന്നെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും, അതല്ലെങ്കിൽ അന്ധമായ മറ്റ് അനുകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് പരലോകമാണ്. ആ പരലോകത്തിന് പിന്നെ വിഘാതമാകുന്ന, അതിന് തടസ്സമാവുന്ന എന്ത് വിഷയങ്ങൾ, അത് കാലം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും, ശാസ്ത്രം അതിൻ്റെ ഉത്തുംഗതയിലെത്തി എന്ന് പറഞ്ഞാലും, മുന്നോട്ട് പോയിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ കാലമാണെന്നൊക്കെ പറഞ്ഞാലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പരലോകത്തിന് അത് ബാധിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്കില്ല, എനിക്കത് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. അത്തരത്തിലുള്ള ഒരു അഭിമാനബോധമുള്ള മുസ്ലിമായി മാറാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ പറ്റി പലപ്പോഴും പറയാറുള്ളത് പോലെ, ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പുതിയ കാല സംവിധാനങ്ങളൊക്കെ, നമ്മുടെ മൊബൈൽ ഫോണൊക്കെ അതൊരു നല്ല അടിമയാണ്, നല്ല അനുസരണയുള്ള അടിമയാണ്. എന്നാൽ അതൊരു വളരെ മോശപ്പെട്ട യജമാനൻ കൂടിയാണ്. നമ്മളെ ഭരിക്കുന്ന ഒരു യജമാനനായി മാറാൻ ഒരിക്കലും ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ അനുവദിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ അടുപ്പിക്കാനായി അതിനെ നമ്മൾ സഹായിക്കുന്ന രൂപത്തിലുള്ള ഒരു നല്ല അടിമയായി മാറ്റാൻ നമുക്ക് ഇത്തരം നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മുസ്ലിമായിക്കൊണ്ട് യഥാർത്ഥത്തിൽ ലക്ഷ്യബോധം മറക്കാതെ പരലോകബോധത്തോടു കൂടി മരണശേഷം സ്വർഗ്ഗം നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കായി ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.